ഹലോ ഗൈസ്, വെൽക്കം മൈ ചാനൽ. ഇന്ന് എൻ്റെ അച്ഛനൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. വാടകയ്ക്കാണ് എടുത്തത്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് എടുത്തത് ഫ്ലാറ്റ്. അത് കോളീനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് ഞാൻ പറയുന്നത്, പക്ഷേ അറിയില്ല. ഞാൻ ഈ ഫ്ലാറ്റ് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇവിടെ ഞാൻ മാസ്ക് ഇട്ടത് പൊടി തട്ടുന്നതുകൊണ്ടൊന്നുമല്ല. ഇവിടെ ഭയങ്കര സ്മെല്ല്. ഞാൻ നേരത്തെ സാധനം മൂക്കിൻ്റെ അവിടെ കുളത്തി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സ്മെല്ല് ചെറുതായി പോയപ്പോൾ ഞാനത് എടുത്ത് മാറ്റി. ഞാൻ ഇത് പെയിൻറ്റ് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ മിക്സ് ചെയ്തതാണ്. ഇതാണ് പെയിൻറ്റ്. നല്ല രീതിക്ക് ഇളക്കി വെച്ചു. കാലിലൊക്കെ ആയല്ലോ അച്ഛൻ ജയമാമ. മിക്സ് ചെയ്തുകൊണ്ട് കട്ടയായിരുന്നു. നെല്ല് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, അതുപോലെ അങ്ങോട്ട് പോരുകയാണ്. ഞാൻ റൂം കാണിച്ചു തരാം. അതുകൊണ്ട് ഫസ്റ്റ് ഫ്ലാറ്റിലും ഫോട്ടോയൊക്കെയാണ് കാണിക്കേണ്ടത്, പക്ഷേ ഞാനത് റൂമാണ് കാണിക്കുന്നത്. അതായത് പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ താർപ്പായ ഞങ്ങൾ വിരിച്ചതാണ്. അതാ ഫസ്റ്റ് റൂം കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഞങ്ങൾ പായ മേടിച്ചതാണ്. അതാ എല്ലാം ക്ലീൻ ആക്കാനുണ്ട്. മുകളിലത്തെയും താഴത്തെയും ഫ്ലോറും ഞങ്ങൾ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞേരെയാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇങ്ങനെ ഒരു ഫ്ലോർ ഉണ്ടല്ലോ. ഫ്ലോറല്ല, സോറി, ഇങ്ങനെ വീഡിയോ എടുക്കണമല്ലോ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നത്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഇതാ ബാത്റൂം എന്നല്ല, ചന്തോ ഇല്ലേ, ചന്ദ്രമെന്ന് പറയാൻ പറ്റത്തില്ല. വർക്കിംഗ് ആണ്, പക്ഷേ ഇത് പൊട്ടിയിട്ടുണ്ട്. ഇതാ സ്മെല്ല് ചെറുതായിട്ട് കണ്ടോ. അപ്പോൾ ഈ ഡോറും ചെറുതായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൂമിൽ പോരാം. ഞാൻ ഈ റൂമും മാത്രമാണ് കാണിച്ചത്. ഇനി കിച്ചണുണ്ട്. വെള്ളം ഇതേമാതിരി തന്നെയാണ്. ഇവിടെ ഞങ്ങൾ പെയിൻറ്റ് ഇവിടെ അടിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഡോറുണ്ട്. ഡോറിൽ നിന്ന് കടന്നു വരുമ്പോൾ ഇവിടെ അടുപ്പ് ഗ്യാസൊക്കെ വെക്കണം. പിന്നെ അവിടെ സിങ്ക് ഉണ്ട്. ഞങ്ങൾ കഴിച്ച പാത്രമുണ്ട്. ഉച്ച കഴിഞ്ഞാൽ കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതൊരു ബാത്റൂം. ഇതവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ഇത് ഹാൻഡ് ഷവറാണ് കേട്ടോ. കൈ പിടിക്കുക. ഇവിടെ വലിയ കല്ലെല്ലാം ഉണ്ട്. സോറി, കണ്ടില്ലേ, ഷവറൊക്കെ വർക്കിങ്ങാണ്. ഇങ്ങനെ ടൈറ്റായിട്ട് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ട് ഞാൻ ഫ്ലോറ് ഈ ബിൽഡിങ് കാണിച്ചു തരാം. ഫ്ലോറ് കാണിച്ചു തരാം കേട്ടോ. അവിടെ പെയിൻ്റ് അടി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങളെ മാമനാണ്. സ്മെല്ല് വന്നിട്ട് പെയിൻ്റ് അടിക്കുകയാണ് ജയമാമൻ. ഞാൻ ഈ ഫ്ലാറ്റ് കാണിച്ചു തരാം. ഫ്ലാറ്റ് എന്ന് പറയാൻ പറ്റില്ല, വീട് തന്നെ. 3 നിലയുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് ആ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഈ ഫ്ലോറും ഞങ്ങൾ ക്ലീൻ ചെയ്തു. ടെറസും ഞങ്ങൾ ക്ലീൻ ചെയ്തു. ഈ റൂമും ഇവിടെയും ക്ലീൻ ചെയ്തതാണ്. ഞാൻ ഇവിടെ പെയിൻ്റ് അടി തുടങ്ങി. ഈ ഫ്ലോറും കൂടി ക്ലീൻ ചെയ്യണം. അവിടെ വണ്ടിയുടെ തിരക്കാണ്, ഭയങ്കര വണ്ടികളാണ്. ആ പോകുന്ന പോക്ക് പോലീസ് വണ്ടിയാണത്. വയ്യ, എന്നെ കണ്ടില്ല. ഇവിടെ പെയിൻ്റ് അടിച്ച് തുടങ്ങി. ഈ കളറാണ്. ഇവിടെ വിൻഡോ ഉണ്ട്, ഇവിടെയും വിൻഡോ ഉണ്ട്. ഇതേമാതിരി തന്നെ കേട്ടോ. മേത്തലും പെയിൻറ്റ് ഇങ്ങനെ എടുത്ത് തേക്കും. വൈറ്റ് അല്ല, അത് പർപ്പിളാണ്. ഞാൻ കാണിച്ചല്ലോ, പർപ്പിളാണ്. ഇതിൽ കാണുമെന്നറിയില്ല, ഇതിലും കാണുമെന്നറിയില്ല. തേക്കില്ലേ, വൈറ്റ് ആയിട്ടാണല്ലേ തോന്നുന്നത്.
എടുക്കുക. സാധനം എടുക്കുവാണ്. ഞാൻ കാണിക്കണോ? കാണിക്കല്ലേ. നമ്മളിപ്പോഴാ ഇത് അടിച്ചോണ്ടിരിക്കുകയാണ് പെയിന്റ്. അവിടെ പോയിക്കോരുന്നോ? ഇവിടെ പോയിട്ടേക്കുന്നോ? ആ ഇതൊക്കെയാണ്. ഇത് പണിക്കാരനൊന്നും അല്ല കേട്ടോ, ഞങ്ങളെ മാമൻ തന്നെയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഈ സാധനം വെക്കുന്നുള്ളതുകൊണ്ട് അയ്യേ ഞാൻ മാസ്ക് നോക്കി മാറ്റി നോക്കി, പക്ഷെ ഭയങ്കര സ്മെല്ല്. ഇവിടെ അങ്ങനെ ഇച്ചിരി അടിച്ചിട്ടുണ്ട്. വൈറ്റ് കളറായിട്ടാണ് എനിക്ക് തോന്നുക, പക്ഷെ ഇത് പർപ്പിൾ കളറാണ്. ഈ ഗ്യാപ്പിൽ അടിക്കണം. അവിടെ പോയി പോലും എടുത്തിട്ടിട്ട് അടിക്കുകയാണ്. പർപ്പിളാണോ എന്ന് കണ്ടാൽ മനസ്സിലാവുന്നില്ല. അത് കരിയാണ് കേട്ടോ. ഇതേമാതിരി കട്ടിയായിരുന്നു പെയിന്റ്, കട്ടിയായിരുന്നു പെയിന്റ്. മോഹനൻ സാർ അങ്ങനെ ഇവിടെ തേക്കാൻ പോവാണ്. ജനാലൊക്കെ നോക്കിയിട്ടാണ് പെയിന്റ് അടിക്കുന്നത്. വലിയ പെയിന്റടിക്കാരെന്നൊന്നും പറയത്തില്ല നമ്മളെന്തെങ്കിലും തട്ടിക്കൂട്ടും. ഞാൻ മുകളിലത്തെ ഫ്ലോറൊക്കെ കാണിച്ചു തരാം. മുകളിലത്തെ ഫ്ലോറും ഇതേമാതിരി തന്നെയാണ്. അവിടെ വെള്ളമായിരിക്കും, അതാ പോവാത്തത്. ഇവിടെ നമ്മൾ പെയിന്റ് ജനാലേൻ്റെ സൈഡിലൂടെ രസം താഴെ അടിക്കുകയാണ് നമ്മൾ. നേരിട്ട് കാണാനാണ് രസം, അതാണ് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്നത്. ക്യാമറയിൽ കാണുന്നത് അത്ര പോരാ, വൈറ്റ് കളറൊക്കെ ആയിട്ടാണ് കാണുന്നത്. പർപ്പിളായിട്ട് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് കാണാറുണ്ടാവില്ല, വൈറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത്. ഇവിടെ ഇളക്കിയിട്ട് തീർന്നില്ല. ബനിയനിലും തലയിലും നെറ്റിയിലും കഴുത്തിലും കാലിലും ബനിയലും ഒക്കെ ആയി നിൽക്കുകയാണ് എൻ്റെ അച്ഛൻ. ഞാൻ ഈ സമയം കൊണ്ട് മുകളിലത്തെ ഫ്ലോറ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിപ്പോൾ എന്തായാലും ഊരി വെക്കുകയാണ്. കേട്ടോ ഗേറ്റ് അനങ്ങത്തില്ല, പറഞ്ഞായിരുന്നു തോന്നുന്നു. ഇത് നനഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു, അതാണ് ക്ലീനർ കൊണ്ട് പോക്കിയതാണ്. ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു. ഇത് സെക്കൻഡ് ഫ്ലോറാണ്, ലോക്കാണോന്ന് അറിയത്തില്ല. അവിടുത്തെ വെള്ളം ഫുള്ള് പോക്കിയതാണ്. ഓ മൈ ഗോഡ്. ഇവിടുത്തെ വ്യൂ ഭയങ്കരമാണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡും ഇതെല്ലാം കാണാം. അമ്മേ ഭയങ്കര രസമാണ്. ഇവിടെ ലോക്കാണോന്ന് എനിക്കറിയില്ല.
അല്ല ലോക്കല്ല. അപ്പോൾ ഇവിടെ പിങ്ക് കളറാണ്. പിങ്ക് കളർ ഞാൻ മാറ്റണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതും അതേമാതിരി തന്നെ ഡോറ് കടന്നു വന്നാൽ ഇവിടെ ഫാനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ മിററ് ടോർച്ചാണ്. ഇവിടെ ബാത്റൂം. ഈ ബാത്റൂം വർക്കിംഗ് ആണെന്ന് എനിക്കറിയില്ല. പിന്നെ അതേമാതിരി ഇവിടെ ഒരു റൂമ്, ഇവിടെ ഒരു കിച്ചൺ, അവിടെ ബാൽക്കണി ഉണ്ട്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇപ്പോൾ പോകാൻ പേടിയാണ്. ഇത് ഭയങ്കര പൊട്ടി കിടക്കുന്ന ബാത്റൂമാണ്. ഇത് ശരിയാക്കിയതാണ്. അല്ല, ഇവിടുത്തെ ബാത്റൂം ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. താഴെയും ഇതേമാതിരി തന്നെ. കിച്ചണ് കാണിച്ചിട്ടുണ്ട്. അവിടെ ബാൽക്കണി ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ കഴിയും. ഇതാ ഇവിടെ പൈപ്പായതുകൊണ്ട് കുഞ്ഞു പോകുന്നതാണ്. ടെറസിലോട്ടുള്ള വഴിയാണിത്. അവിടെ 2 ടാങ്ക് നിൽക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ അങ്ങനെ ചാടി പോകാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇവിടെ ക്ലീൻ ചെയ്തിട്ട് വെള്ളം അതേമാതിരി തന്നെ ഉണ്ട്. കുറച്ചായി പോകുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ്. ഇവിടുത്തെ വ്യൂ പറയണ്ട, അടിപൊളിയാണ്. ഒന്നുകൂടി ഹൈറ്റിലെത്തും. ആംബുലൻസൊക്കെ പോവുകയാണെങ്കിൽ ആംബുലൻസിൻ്റെ ഉള്ളിൽ വരെ കാണാൻ കഴിയും. 2nd ഫ്ലോറിലും 3rd ഫ്ലോറിലും. തേർഡ് എന്ന് വെച്ചാൽ താഴെയാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അവിടെ ജാതിക്ക നിറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ, കാണാവോന്നറിയില്ല. ഇതാ ജാതിക്ക നിറഞ്ഞ് നിൽക്കുകയാണ്. എനിക്ക് അവിടെ തേട്ടൻ തന്നിട്ടുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോഴാണ് ഭയങ്കരമായിട്ട് കാണുക. ജാതിക്കൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇതൊരു ബാൽക്കണീൻ്റെ ഇതാണെന്ന് പറയാം. എനിക്കിഷ്ടമായി. അവിടെ വീടുകളൊക്കെ ഉണ്ട്. തെങ്ങൊക്കെ അനങ്ങി ഞാനൊക്കെ പറന്ന് പോകും. ഇപ്പോൾ ഇവിടെ വടിയുണ്ട്, അത് നമുക്ക് മാറ്റണം. ഇവിടെ അച്ഛൻ ട്രീറ്റ്മെൻറ്റ് ഫ്ലോർ ആക്കുമെന്നാണ് പറയുന്നത്. കർട്ടനൊക്കെ ഇട്ടിട്ട് ഇവിടെ റെഡി ആക്കുമെന്നാണ് പറയുന്നത്. ഇത്രയും അടിയിലാണ് നമ്മൾ വന്നത്. ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ, KMCT ബസ്. ഇവിടെ ചെറിയ എനിക്ക് പാകത്തിനുള്ളൂ, ഇവിടെ വലുതുമാണേ. നമുക്ക് പോവാൻ പറ്റും. നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ ബാൽക്കണി ഞാൻ പിന്നീട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ റൂമത്തെ ബാൽക്കണി ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ഇടാം കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് അയക്കണം. ഈ വീഡിയോയിൽ ഇത്രയും കൊള്ളുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. 21 വരെ കൊള്ളുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി പെയിൻറ്റ് കളിക്കുന്നത്. ഇവിടെ ഫുള്ള് പെയിൻറ്റ് അടിച്ച് പകുതിയായിട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് 2 ഉണ്ടാട്ടോ. അപ്പോൾ പാർട്ട് 2 ഞാനിപ്പോൾ തന്നെ ഇടാട്ടോ.